ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇത് നമ്മൾ പെരുന്നാളിന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ അതിന് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ കമൻറ്റിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ വേണമെന്ന്, പുഡിങ്ങിൻ്റെ വീഡിയോ വേണം എന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് ഇത്രയും കമൻറ്റ് വരുന്നത്, ഒരു സാധനം കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ഞാൻ വരുമ്പോൾ പിന്നെ എന്തായാലും ഈസി ആയിട്ട് തന്നെയല്ലേ വരുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുറച്ച് സാധനങ്ങളും മതി. പിന്നെ അധികം നേരം നിന്നിട്ട് നമുക്ക് കുറുക്കിയെടുക്കുക അങ്ങനെയുള്ളതൊന്നും ഇല്ല, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അതും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെ ഓരോരുത്തരും കമൻറ്റ് എനിക്ക് വിലപ്പെട്ടതാണ്. അത് കാരണം നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമുക്ക് പുഡിങ് എങ്ങനെ ഉണ്ടാക്കി നോക്കാം അല്ലേ. നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുന്നത് പാലിലാണ്. പാൽ ഇഷ്ടമില്ലാത്തവർക്കടക്കം ഇഷ്ടമാവും കേട്ടോ. അതിൻ്റെ മറ്റേ ടേസ്റ്റിന് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മാക്കൊന്നും പാൽ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഇതൊക്കെ ഉമ്മ നന്നായി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അറിഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല പാലാണെന്നുള്ളത്. അപ്പോൾ അവിടെ അര പാക്കറ്റ് പാലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ട് മറ്റൊരു പാക്കറ്റിൽ നിന്ന് അര പാക്കറ്റ് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് ബ്രെഡാണ്, പിന്നെ കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സേമിയയും വേണം കേട്ടോ. സേമിയ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സേമിയ എടുത്താൽ മതി. സേമിയ ഇട്ടാലും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പാലൈസൊക്കെ മേടിച്ചിട്ട് കഴിക്കില്ലേ, നമ്മുടെ ചെറുപ്പത്തിലൊക്കെ കോലൈസ് മേടിച്ചിട്ട് കഴിക്കുമ്പോൾ അതിൽ പാലിൻ്റെയും പിന്നെ സേമിയത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരില്ലേ. അപ്പോൾ അത് കാരണം ചെറിയ നൈസായ സേമിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് പാലവിടെ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാലിൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ, അതേ കട്ടിക്ക് തന്നെയാണ് കാച്ചിയെടുക്കുന്നത്. അപ്പോൾ ഇത് വാനിലയുടെ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് പാക്കറ്റ് ഞാൻ പൊട്ടിച്ചെടുക്കുകയാണ്. നമുക്ക് കുറച്ച് മതി, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല ഫ്ലേവറാണല്ലോ ഇതിൻ്റെ, അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾക്ക് സ്ട്രോബെറി ഒക്കെ ഇഷ്ടമാണെങ്കിൽ അത് എടുത്തോളൂ കേട്ടോ. എനിക്കൊന്നും കൂടി ഇഷ്ടം ഈ ഒരു വാനിലയുടെ ആണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത് മേടിച്ചത്. അപ്പോൾ അത് ഞാനിതാ കുറച്ചേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5-2 ടീസ്പൂണോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്, ചൂടുവെള്ളം നല്ല കേട്ടോ. നമുക്ക് പച്ചവെള്ളത്തിൽ തന്നെ കലക്കിയെടുക്കുക. അപ്പോൾ അതാ പച്ചവെള്ളത്തിൽ ഇത് കലക്കിയെടുക്കണം. അപ്പോൾ കസ്റ്റാർഡ് വെച്ചിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം അല്ലേ. ഫ്രൂട്ട്സ് സാലഡ് ഉണ്ടാക്കുക, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലേ. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റ് ഉള്ളൊരു സാധനമാണ്. നമുക്ക് എന്തെങ്കിലും വീട്ടിലെ പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ പായസമൊക്കെ വെക്കാൻ നമുക്ക് മടിയൊക്കെ ആണെങ്കിൽ, അപ്പോൾ എന്നെ പോലെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ തേങ്ങ ചിരവണം, അതുപോലെ തേങ്ങാപ്പാൽ എടുക്കണം. പായസം ഉണ്ടാക്കാൻ കുറച്ച് പണി കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയൊരു പണിയാണ് കേട്ടോ ഇത്. പുഡിങ്ങിന് പുഡിങ്ങായി, മധുരത്തിന് മധുരമായി. അപ്പോൾ നമുക്ക് കുറച്ച് പണിക്കും ലാഭമായി. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സേമിയ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സേമിയ നല്ല കട്ടിയിലൊന്നും ആക്കി എടുക്കണില്ല, കുറച്ച് ഒരു നമ്മുടെ പാലിൽ കുറച്ച് ഒരു ലൂസാക്കിയിട്ടാണ് ഞാൻ സേമിയ ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ നല്ല കട്ടിക്ക് സേമിയ ആക്കി എടുക്കണില്ല കേട്ടോ. അപ്പോൾ അത് സേമിയ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. സേമിയൊക്കെ പെട്ടെന്ന് വെന്ത് വരും. പിന്നെ നൈസ് സേമിയല്ലേ, നമ്മളെ ഉപ്പുമാവിൻ്റെ ഒക്കെ ഒരു സേമിയയുടെ പോലത്തെ സേമിയാണ്, നല്ല തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ അത് കാരണം നന്നായി വെന്ത് വരും. അപ്പോൾ അതാ ഇളക്കി കൊടുക്കുക. നമുക്ക് ഇളക്കി കൊടുക്കുമ്പോൾ അറിയാമല്ലോ. പിന്നെ അടി പിടിക്കരുത് കേട്ടോ, പാലാണ് കരിഞ്ഞ് പോവും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അതാ കഴിഞ്ഞ പെരുന്നാളിന് നമ്മൾ ഇതേപോലെ ഒരു പുഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു 1 വർഷത്തിന് ശേഷം. പിന്നീട് നമ്മൾ ഇപ്പോഴാണ് പുഡിങ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കി നോക്കുക. അതും അടിപൊളി പുഡിങ്ങാണ്. അത് ബിസ്ക്കറ്റ് വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടല്ലേ. അപ്പോൾ അത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മധുരം കുറച്ചാണ് ഇടണുള്ളൂ. നിങ്ങൾ മധുരം വേണ്ടവർ കുറച്ചധികം ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഞാൻ 3 ടീസ്പൂൺ മധുരമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാരൊക്കെ ഇതിൽ പിടിക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അധികം ചിലവൊന്നുമില്ല കേട്ടോ. നമുക്ക് 100 രൂപയുടെ ഉള്ളിൽ ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു പാക്കറ്റ് ബ്രെഡും പിന്നെ കസ്റ്റാർഡ് പൗഡറും മാത്രം മേടിച്ചാൽ മതിയില്ലേ. പാലൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണ്. നമ്മൾ ചായ വെക്കാനൊക്കെ പാല് മേടിക്കേണ്ടതാണ്. അപ്പോൾ അതൊന്നും മേടിച്ചിട്ട് അങ്ങനെ കാശ് കളയണ്ടല്ലോ. അപ്പോൾ കുറച്ചധികം ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികമൊക്കെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പോൾ ഞാൻ ബ്രെഡിൻ്റെ പകുതി മാത്രം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് തന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് 2 പണി കിട്ടും. പാലും പോവും, പിന്നെ സ്റ്റവ് വൃത്തിയാക്കേണ്ട ഒരു പണിയും കൂടി ഉണ്ടാവും. അപ്പോൾ അത് കാരണം നമ്മൾ സിമ്മിലാക്കി വെക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തിളച്ച് പുറത്തേക്ക് വീഴും. അപ്പോൾ ഞാൻ സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ മുന്നേ കലക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇനി വേഗം ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കട്ട കുത്തും. അപ്പോൾ അത് വേഗം ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. നമ്മൾ പാല് കുറച്ചല്ലേ കൊടുത്തിട്ടുള്ളൂ. ആ പാല് കുറച്ചായ കാരണം എന്തായാലും അത് അടി പിടിക്കും. അപ്പോൾ വേഗം ഇളക്കി കൊടുക്കുക. നല്ല കട്ടിയാവാൻ നിൽക്കണ്ട, ഒന്നും കൂടി ഒന്ന് കുറുകി വരണം. അപ്പോൾ കുറുകി വന്നതിൻ്റെ ശേഷം നമുക്കത് മാറ്റി കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായി അത് കുറുക്കി കൊടുക്കുക. ഇപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നുന്നൊരു മണം വരും കേട്ടോ. അപ്പോൾ ഞാൻ പെരുന്നാളിൻ്റെ അന്ന് രാവിലെയാണ് ഇത് തയ്യാറാക്കിയത്. തലേദിവസമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ സുഖമായിട്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്.
അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത്. ചില പുഡിങ്ങുകളൊക്കെ നമ്മൾ തലേദിവസം ഉണ്ടാക്കി സെറ്റ് ചെയ്യാനൊക്കെ വെക്കണ്ടേ. അപ്പോൾ ഇത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. അപ്പോൾ അതാ തിളച്ച് നന്നായി സെറ്റായി കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 3/4 ഭാഗത്തോളം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഇതാ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു സാധനം കൂടി ചേർക്കാണ്ട്. അപ്പോൾ ഞാൻ ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബൂസ്റ്റ് ആകുമ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റും കൂടി ഒന്നും കൂടിയും കിട്ടുമല്ലോ. അപ്പോൾ അതാ ബൂസ്റ്റ് കൊടുത്തപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വന്നത് കേട്ടോ. നമുക്കറിയില്ല ഈ ബൂസ്റ്റാണ് അതിൽ ചേർത്തേക്കണതെന്ന്. മറ്റുള്ളവർ കഴിക്കുമ്പോൾ ഇതിൽ എന്താണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ചോദിക്കും, നമ്മളിത് എന്ത് കൂട്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയേക്കണമെന്നുള്ളത്. അതുപോലെ മറ്റുള്ളവർ കഴിച്ചിട്ട് നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങൾ മറ്റുള്ളവർ കഴിച്ചിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയണത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഓരോന്നും ഉണ്ടാക്കുക. അല്ല ആരെങ്കിലും എന്തെങ്കിലും കുറ്റം പറഞ്ഞാൽ പിന്നെ ഞാൻ ആ സാധനം ജന്മത്തിലേ ഉണ്ടാക്കില്ല. കുറ്റങ്ങൾ പറഞ്ഞോട്ടെ, പക്ഷെ എന്നാലും എവിടെയെങ്കിലുമൊക്കെ നല്ലത് പറയണോ അല്ലേ, നമ്മളങ്ങനെയാണല്ലോ. അപ്പം ഇനി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ അതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇതാ ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിൽ നമുക്ക് 4 ബ്രെഡ് വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് 4 എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫസ്റ്റ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ ബൂസ്റ്റ് വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ പാത്രം വെച്ചിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി കയ്യിൽ വെച്ചിട്ടാണെങ്കിലും ഒഴിച്ച് കൊടുത്തോളൂ. ഞാൻ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ പെരുന്നാളിൻ്റെ അന്ന് ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ സമയം ഉണ്ടായിരുന്നില്ല, അത് കാരണം പെട്ടെന്ന് ഞാൻ കയ്യിലുകൊണ്ടൊന്നും ഒഴിക്കാൻ നിന്നില്ല, പാത്രം കൊണ്ട് തന്നെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തു. ഇനി ആവാത്ത ഭാഗത്തേക്കൊക്കെ കയ്യിൽ വെച്ചിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഒരു ലെയറും കൂടി നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ ബ്രെഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കുറച്ചൊക്കെ സ്ഥലങ്ങൾ ബാക്കിയുണ്ടാവും. അവിടെയൊക്കെ നമുക്ക് പൊട്ടിച്ചിട്ട് ആവശ്യമുള്ള ഭാഗത്തേക്ക് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്രെഡ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കണോ അങ്ങനെയും വെക്കാം കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് വെക്കണോ ഒക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് ബ്രെഡാണെന്ന് അറിയില്ല, അതിങ്ങനെ അലിഞ്ഞ് പോവും, നമ്മൾ കേക്കൊക്കെ കഴിക്കണ പോലെയാണ്. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത് അങ്ങനെ ആക്കി എടുത്തത്. ഇനി ആ ബൂസ്റ്റിൻ്റെ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഫുള്ളായിട്ട് ബൂസ്റ്റിൻ്റെ ബാക്കി ഉണ്ടായിരുന്നില്ല കേട്ടോ, എല്ലാ ഭാഗത്തേക്ക് ആക്കാനുള്ളത് കുറച്ചും കൂടി ഉണ്ടാക്കിയെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്നാലും കുഴപ്പമില്ല കേട്ടോ, കലിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി കസ്റ്റാർഡിൻ്റെ നമ്മൾ ചൂട് കൊടുക്കുന്നത് തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആവി പറക്കണത് കാണാൻ പറ്റുന്നുണ്ടാവൂലേ. അപ്പോൾ അതങ്ങനെ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും അത് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് ചൂട് ഒഴിച്ച് കൊടുക്കാൻ പറയുന്നത് നമ്മൾ ബ്രെഡാണ്. അപ്പോൾ ബ്രെഡൊന്ന് നനഞ്ഞ് കുതിർന്നിട്ട് ഇത് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചൂടാറിയിട്ട് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ബ്രെഡൊന്നും നനഞ്ഞ് അങ്ങനെ വരില്ല. അപ്പോൾ അത് കാരണം ചൂട് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ പാലും ബ്രെഡും പിന്നെ ഈ കസ്റ്റേർഡും എല്ലാം കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പാൽ എനിക്കും ഉമ്മാക്കൊന്നും അങ്ങനെ വലിയതായിട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്, ഞങ്ങൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ മീതെ ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഏതാ ബിസ്ക്കറ്റ് ഉള്ളത് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഓറിയോ ബിസ്ക്കറ്റാണ് നോക്കിയത്, അപ്പോൾ അതവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മീതെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ അങ്ങനെ കടിച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ 2-3 ബിസ്ക്കറ്റ് ഒന്ന് ഇടിക്കല്ല് വെച്ചിട്ട് ഒന്ന് ഇതാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ കയ്യിൽ പിസ്ത ഉണ്ടോ പിസ്ത ഇട്ട് കൊടുക്കുക, അണ്ടിപ്പരിപ്പ് ഉണ്ടോ ഇട്ട് കൊടുക്കുക, ബദാം ഉണ്ടോ അതൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഞാൻ ഒന്ന് അലങ്കരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഭംഗി പോലെ തന്നെയാണ് കേട്ടോ കഴിക്കാനും ടേസ്റ്റ്. അപ്പോൾ ഞാൻ 1 മണിക്കൂർ മാത്രമാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതും ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കണ്ടില്ലേ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നല്ല തണുപ്പും ഉണ്ടായിരുന്നു, നല്ല കഴിക്കാൻ നല്ല രസമായിരുന്നു. കണ്ടില്ലേ, കോരിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ നന്നായി അരിഞ്ഞ് വന്നിട്ടുണ്ട് ആ ബ്രെഡൊക്കെ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ പുഡിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കമൻറ്റ് എന്തായാലും വേണം കേട്ടോ. അതുപോലെ നമ്മുടെ പഴയ വീഡിയോ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.